വിഷു എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ? നിങ്ങൾ ചവരി പുഡിങ് ഉണ്ടാക്കിയെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനെപ്പറ്റി പഠിച്ചില്ലേ? ഏതായാലും എന്താണ് ചവരി? മിക്കവരും അതൊരു ധാന്യമാണെന്നാണ് കരുതിയിരിക്കുന്നത്. ഈ ചെറിയ ധാന്യങ്ങളൊക്കെ ഇല്ലേ, റാഗി, തിന ഒക്കെ പോലെ, അതുപോലെ ധാന്യമൊന്നുമല്ല കേട്ടോ. പനയുടെ കാമ്പിൽ നിന്നും എടുക്കുന്ന പനനൂറ് കപ്പയിൽ നിന്നും വേർതിരിച്ചെടുക്കാറുണ്ട്. പനമരത്തിൻ്റെ കാമ്പിൽ നിന്നും മരച്ചീനിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അന്നജമാണിത്. അന്നജം എന്ന് പറഞ്ഞത് സ്റ്റാർച്ച്. ഇപ്പോൾ മിക്ക കുട്ടികൾക്കും ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നൊന്നും അറിയില്ല, അറിയാൻ താല്പര്യവുമില്ല, അതിനുള്ള നേരവുമില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത മാത്രം അവശേഷിക്കുകയാണ്. എല്ലാം എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാറുള്ളൂ. ഇതുകൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ വിഭവം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അറിയില്ല കുട്ടികൾക്ക് എന്താണ് ഈ വിഭവം. പല ഐറ്റങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പായസം, പുഡിങ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഉപ്പേരി, വട, ചെറിയ ചില സ്നാക്സ്, പിന്നെ ഫ്രൈസ് നമ്മൾ കണ്ടിട്ടില്ലേ, വറുക്കണതെല്ലാം, അത്, ഉപ്പുമാവ്, ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ്. സ്റ്റാർച്ച് ആണെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും കൊഴുപ്പ് കുറവുമാണ്. ഇപ്പോൾ കൊഴുപ്പ് അധികമുള്ളതൊന്നും കഴിക്കണത് ദൂഷ്യം ചെയ്യും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതാണിത്. ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ട്, കൊഴുപ്പ് കുറവായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കും. ചവ്വരിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓരോരുത്തരും ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ, കേരളത്തിലൊക്കെ റൈസ്, അരി, ഊണ് കഴിക്കണം, അതാണ് വളരെ പ്രധാനം. അതുപോലെ ഓരോ ദേശങ്ങളിലും ഓരോ പ്രത്യേകതയുണ്ട്. ചില ന്യൂഗിനിയിലെയും മാലുക്ക് ദ്വീപുകളിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പ്രധാന ഭക്ഷണമാണ്. ജനങ്ങൾക്ക് അത് കഴിക്കണം, അതാണ് പ്രധാന ഭക്ഷണം. ഓരോ നാട്ടിലും പ്രധാന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ അതിനെ സക്സക്ക്, റാബിയ, സാഗു എന്ന് വിളിക്കുന്നു. സാഗോയുടെ ഏറ്റവും വലിയ വിതരണം മെലനേഷ്യ മേഖലയിലാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ഇന്തോനേഷ്യയിൽ നിന്നാണ് പാചക ആവശ്യങ്ങൾക്കായി യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും വലിയ തോതിൽ ഇതയക്കുന്നു. പരമ്പരാഗതമായി ഇത് പാകം ചെയ്ത് വിവിധ രൂപത്തിൽ കഴിക്കുന്നു. ചെറിയ ചെറിയ ഉരുളകളാണല്ലോ ഉരുട്ടുക. തിളച്ച വെള്ളത്തിൽ കലർത്തി പശ പോലെ പിന്നെ ഇത് തിളച്ച വെള്ളത്തിലിട്ട് ചിലവരുണ്ടല്ലോ ഈ ഡ്രസ്സിനൊക്കെ മുക്കാറുണ്ട്, പശ മുക്കാറുണ്ട്. സ്റ്റിഫ് ആൻഡ് ഷൈൻ, ഡ്രസ്സൊക്കെ നീറ്റായിട്ടിരിക്കണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാറില്ലേ? സ്റ്റാർച്ച് ചെയ്യൽ മാത്രമല്ല, അയൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പുതിയതുപോലെയൊക്കെ തോന്നും. പിന്നെ ഇത് ധാരാളം വിധത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചിലവർ സംസ്കരിച്ചെടുത്ത ഈ മുത്തുകളല്ലാതെ അവർ പനമരത്തിൻ്റെ കാമ്പിൽ നിന്നും അത് അരച്ച് തിളപ്പിച്ച് ഉരുളകളാക്കി ആദ്യം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പയിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇന്ന് എല്ലാവരും ഇൻസ്റ്റൻറ്റ് ഫുഡല്ലേ, എല്ലാവരും പെട്ടെന്നാണ് കഴിക്കാനായിട്ട് പോകുന്നത്. ആർക്കും ഈ കുക്ക് ചെയ്യാനൊന്നും അധികം നേരവുമില്ല. അപ്പോൾ ചവരി തന്നെ മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. മരച്ചീനി മുത്തുകൾക്ക് വളരെ വില കുറവാണ്. മരച്ചീനി ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴത്തേക്കും കിലോ 100 രൂപയൊക്കെയാണ് വരുന്നത്. അതേസമയം കടകളിൽ 40 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ സൗകര്യം അനുസരിച്ചൊക്കെ മേടിക്കുകയാണ്. സമയത്തിനാണിപ്പോൾ എല്ലാവർക്കും കൂടുതൽ വില.
ചൗരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക, ടേസ്റ്റ് അറിയുക. ഗുണമുള്ളതാണ്. ഈ സ്റ്റാർച്ചിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ശരീരഭാരം കൂടില്ല, ചില അസുഖങ്ങളൊന്നും വരില്ല. ഇന്ത്യയിൽ സാബുദാന, പേൾ സാഗോ, സാബുദാന ഹിന്ദി, ജവാരിനി തമിഴ്, സാഗു ബിയം തെലുങ്ക്. ഇനി ഇതിനെപ്പറ്റി അധികം വിവരിക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ തെറ്റി എന്നൊക്കെ വരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട മാമ്പഴ കാളൻ, അതിൽ തെറ്റുപറ്റി. എന്താണെന്ന് വെച്ചാൽ തൈരിനെ പറ്റി എടുത്തു പറഞ്ഞില്ല. പക്ഷേ ഞാൻ തേങ്ങ അരച്ച കൂട്ടത്തിൽ തൈരിട്ട് കൂട്ടിയാണ് അരച്ചത്. ഞാൻ അരപ്പ് ചേർക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്നാലല്ലേ എനിക്ക് തെറ്റ് തിരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അറിയാമല്ലോ തൈരാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈ മാമ്പഴ കാളനിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആരും ഒന്നും മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവില്ല, നോക്കിയിട്ടുണ്ടാവില്ല. ഇഷ്ടമുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ടാവും, പക്ഷേ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ തിരക്കായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരാം. തെറ്റൊക്കെ കാണുകയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അതായത് കമൻ്റായിട്ട് ഇടുക. ലക്ഷ്മി സിൽവർ.